നമ്മളിനി റഫയ്ക്ക് നേരെ ഇസ്രയേൽ നടത്തുന്ന കടുത്ത ആക്രമണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്കാണ് പോകുന്നത്. ഇസ്രയേൽ സൈനിക ടാങ്കുകൾ നടത്തിയ ആക്രമണത്തിൽ, റഫേൽ നടത്തിയ ആക്രമണത്തിൽ 24 മണിക്കൂറിനിടെ ഗാസയിൽ 53 പേർ കൂടി കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ്. അതിനിടെ ഗാസ ഈജിപ്റ്റ് അതിർത്തിയിൽ ബഫർ സോണായി പ്രവർത്തിക്കുന്ന ഫിലാഡൽഫി ഇടനാഴി പൂർണ്ണമായും പിടിച്ചെടുത്തതായി ഇസ്രയേൽ സൈന്യം അവകാശപ്പെടുന്നുണ്ട്. ഇതോടെ ഗാസയുടെ കര അതിർത്തി പൂർണ്ണമായും ഇസ്രയേൽ നിയന്ത്രണത്തിലായി എന്നുള്ളതാണ് വരുന്ന വിവരങ്ങൾ. വാർത്താ ഏജൻസികൾ അക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വിശദാംശങ്ങളുമായി ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് ശ്രീനിധി ചേരുകയാണ്. ശ്രീനിധി, കഴിഞ്ഞ കാലങ്ങളായി, മാസങ്ങളായി തുടരുന്ന ഇസ്രയേലിൻ്റെ ക്രൂരതയുണ്ട്. അതുതന്നെ ഇപ്പോൾ റഫേൽ നടത്തുന്ന വലിയ ആക്രമണവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം ഇസ്രയേലിന് നേരെ ഉയരുന്നുണ്ട്. അപ്പോൾ ആ മേഖല ഏറ്റവും അധികം അരക്ഷിതാവസ്ഥയിൽ നിൽക്കുകയാണ്. സാധാരണ മനുഷ്യർ അവരെ കൊന്നൊടുക്കുന്നു, അവർ നിരായുധരാക്കുന്നു, അവർ വല്ലാതെ പലായനം ചെയ്യണം എങ്ങോട്ട് എന്നറിയാത്തൊരവസ്ഥയാണ്. ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന വിവരങ്ങൾ, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ വിവരങ്ങൾ, ഈ കര അതിർത്തി കൈയടക്കുന്നു, അതുപോലെ തന്നെ വലിയ തോതിൽ ബോംബിംഗ് നടക്കുന്നു എന്നതൊക്കെ തന്നെയാണോ ഇപ്പോഴും വരുന്ന വിവരങ്ങൾ? ഈ റഫയുമായി ബന്ധപ്പെട്ട്, ഗസയുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ നടപടികൾ. ശരത് പറഞ്ഞ പോലെ ഏതാനും കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ലോകം മുഴുവൻ ഒന്നിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ ഗാസയെ കാണുകയാണ്. കാരണം തെക്കൻ ഗാസയിലെ ഇപ്പോൾ ഏറ്റവും പുറത്തു വരുന്ന റിപ്പോർട്ട് എന്തെന്നാൽ, തെക്കൻ ഗാസയിലെ റാഫയ്ക്കും ഈജിപ്തിനും ഇടയിലുള്ള ഫിലാഡൽഫി ഇടനാഴിയിലെ നിയന്ത്രണം മുഴുവൻ ഇസ്രായേൽ നിയന്ത്രിച്ചിരിക്കുന്നു എന്നതാണ്. ഇതോടെ ഈ ഒരു സംഭവത്തോടെ മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ, ഗാസയുടെ ഏകദേശം മുഴുവൻ അതിർത്തി പ്രദേശങ്ങളും ഇതോടെ ഇസ്രായേൽ നിയന്ത്രണത്തിലാക്കി എന്നതാണ് മനസ്സിലാക്കാനുള്ളത്. ഈ ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രായേലി സേനാ വക്താവ് ഡാനിയൽ ഹഗാരിയാണ്. ഇടനാഴിയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തു, നിയന്ത്രിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ വാർത്ത അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാർത്ത പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗാസയുടെ ഒട്ടുമിക്ക എല്ലാ അതിർത്തി പ്രദേശങ്ങളും ഇതോടെ ഇസ്രയേലിൻ്റെ കയ്യിലായിരിക്കുന്നു എന്നതാണ്. നമ്മൾ കണ്ടതാണ് കുറച്ച് ദിവസങ്ങൾ മുന്നേ എല്ലാ തരത്തിലുള്ള സോഷ്യൽ മീഡിയയിലും മറ്റെല്ലാ തരത്തിലും മാസ് ക്യാമ്പയിനുകൾ അടക്കം നമ്മൾ കണ്ടതാണ്. ലോകം മുഴുവൻ ഗാസയ്ക്ക് വേണ്ടി ഒന്നിക്കണം എന്നുള്ളൊരു രീതിയിൽ പ്രമുഖരടക്കം ഓൾ ഐസ് ഓൺ റാഫ എന്ന രീതിയിൽ ലോകത്തെ മുഴുവൻ ആൾക്കാരും ആ ക്യാമ്പയിൻ പങ്കെടുത്തു എന്നത്. ഏകദേശം 42 മില്യൺ ആൾക്കാരാണ് സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള ക്യാമ്പയിനിലടക്കം പങ്കെടുത്തത്. എന്നിട്ട് പോലും യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാതെയാണ് ഇസ്രായേൽ ഓരോ ദിവസം കഴിയും തോറും ഇത്തരത്തിലുള്ള ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും വലിയ റിപ്പോർട്ട് എന്നാൽ, 24 മണിക്കൂറിൽ 50 ഇടങ്ങളിലാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിട്ടുള്ളത്. അതിൽ 53 പേരാണ് 24 മണിക്കൂറിനിടെ കൊല്ലപ്പെട്ടത് എന്നതാണ്. അപ്പോൾ അത്രയും ക്രൂരതയാണ്, കണ്ണില്ലാ ക്രൂരതയാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ ലോകം ഒരുമിച്ച് നിൽക്കണം എന്ന് പറയുമ്പോൾ, അതിനെ എന്തുകൊണ്ടാണ് ഇസ്രായേൽ മനസ്സിലാക്കാത്തത്, അല്ലെ ആ ഒരു ക്രൂരത എന്തുകൊണ്ടാണ് ഇസ്രായേൽ സ്വയം മനസ്സിലാക്കാത്തത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇസ്രായേൽ റാഫേൽ നടത്തുന്ന ആക്രമണം ഉടൻ നിർത്തണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ UN രക്ഷാസമിതിയിൽ അൾജീരിയ മുന്നോട്ട് വെച്ച പ്രമേയത്തിനെതിരെ അമേരിക്ക ഇപ്പോൾ മുന്നിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ലോകം മുഴുവൻ ഒരു മാസ് ക്യാമ്പയിൻ അടക്കം സോഷ്യൽ മീഡിയയിലും മറ്റ് എല്ലാ തരത്തിലുള്ള മാസ് ക്യാമ്പയിനുകൾ അടക്കം നടത്തുമ്പോഴും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ലോകം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 24 മണിക്കൂറിനുള്ളിൽ 53 പേരാണ് ഇതോടെ മരണപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും വലിയൊരു ദുഃഖത്തിലേക്കാണ് ഗാസയിൽ. അപ്പോൾ ഗാസയുടെ അവസ്ഥ ഇപ്പോൾ മനസ്സിലാക്കുന്നതല്ല, അതിർത്തി മുഴുവൻ ഇസ്രായേൽ നിയന്ത്രിച്ചിരിക്കുന്നു എന്നതാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലൂടെ ഗാസ പോകുമ്പോൾ മുന്നോട്ടുള്ള ദിവസങ്ങൾ എങ്ങനെയാണ് ഗാസ മുന്നോട്ട് പോകേണ്ടത് എന്നാണ് നമുക്ക്. ശരി, ശ്രീനിധിയാണ് ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അതായത് തെക്കൻ ഗാസയിൽപ്പെട്ട പ്രദേശമാണ്, നഗരമാണ് റഫയെ വല്ലാതെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ. അവിടെ ഡസൻ കണക്കിന് പലസ്തീൻകാർ ഓരോ ദിവസവും കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന അവസ്ഥയുണ്ട്. ലക്ഷക്കണക്കായ മനുഷ്യർ ഈ പറഞ്ഞതുപോലെ പലായനം ചെയ്യപ്പെട്ട എങ്ങോട്ട് പോകണമെന്നറിയാത്ത നിലയിലായി പോകുന്നുണ്ട്. ശക്തമായ ഉപരോധം ഇസ്രയേലിന് മേലുണ്ടാകണം എന്ന ഏറ്റവും വലിയ ആവശ്യത്തിന് മുൻപിലാണ് ലോകം നിൽക്കുന്നത്. ആ നിലയിൽ മാത്രമേ ഇസ്രയേലിനെ ഇപ്പോഴത്തെ ഈ ഒരു ക്രൂരതയിൽ നിന്ന്, അവരുടെ ഈ പറഞ്ഞ സൈനിക നടപടികളിൽ നിന്ന്, പലസ്തീനെ ഇല്ലായ്മ ചെയ്യും വിധം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സൈനിക ആക്രമണങ്ങളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ കഴിയൂ എന്ന ഏറ്റവും ശക്തമായ വിമർശനം പൊതുവിൽ ഉയരുന്നുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ചൈനീസ് തലവൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഏക പരിഹാരം എന്ന് പറയുന്നത് രണ്ട് രാഷ്ട്രങ്ങളായി ഇസ്രയേലിനെയും പലസ്തീനെയും അംഗീകരിക്കുക എന്നുള്ളതാണ്. സ്വതന്ത്ര പലസ്തീനെ അംഗീകരിക്കുക എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം
ഇപ്പോൾ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ ആ നിലയിൽ സ്വതന്ത്ര പലസ്തീനെ അംഗീകരിച്ചിരുന്നു. ആ നിലയിൽ പലസ്തീനെ ഒരു രാഷ്ട്രം എന്ന നിലയിൽ അംഗീകരിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട് ഒരു ഭാഗത്ത്. പക്ഷേ ഇസ്രയേലിന് മേൽ ഉപരോധം ഏർപ്പെടുത്താൻ കഴിയാത്ത വിധമുള്ളൊരു ലോക ക്രമം നിൽക്കുകയാണ്. അമേരിക്കയുടെ വലിയ പിന്തുണ പല ഘട്ടങ്ങളിലും ഈ പറഞ്ഞതുപോലെ ഇസ്രയേലിനെ നിലയ്ക്ക് നിർത്തുന്നതിനും ഈ രീതികളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനും കഴിയാത്ത വിധം സംഭവിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ശക്തമായ ഉപരോധം ഏർപ്പെടുത്താൻ ഒന്നും കഴിയാതെ പോകുന്ന ഒരു പശ്ചാത്തലം നിൽക്കുകയാണ്. അങ്ങനെ ഒരു ഗാസ യുദ്ധം അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ ആകില്ല എന്ന നിലയൊക്കെ സ്വീകരിക്കുന്ന ചൈനയടക്കമുള്ള രാജ്യങ്ങളുണ്ട്. പക്ഷേ വലിയ തരത്തിലുള്ള ഇസ്രയേലിൻ്റെ ഈ ക്രൂരത തുടരുക തന്നെയാണ്. പലസ്തീൻ എന്ന രാഷ്ട്രത്തെ കൂടുതലായി അംഗീകരിക്കുക എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ളത്. കൂടുതൽ രാജ്യങ്ങൾ അതിന് തയ്യാറാകുന്നു എന്നതും നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്.